ഹലോ, എനിക്കിന്നൊരു ഷോപ്പിംഗ് ഉണ്ടേ. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ വലിയ ഷോപ്പിംഗ് ഒന്നുമല്ല കേട്ടോ, ഒരു തട്ടിക്കൂട്ട് ഷോപ്പിംഗാണ്. ഇപ്പോൾ വീട്ടാവശ്യത്തിന് വേണ്ടി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ വന്ന പാടി സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയ സാധനങ്ങൾ എന്തെല്ലാം വെച്ച് കഴിഞ്ഞാൽ എല്ലാം എടുത്ത് നോക്കുന്നത് എൻ്റെ ഒരു ശീലമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പുറത്തെടുത്ത് വെച്ച് നോക്കലാണ്. ഞാൻ മില്ലിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പച്ചക്കറിയും കുറച്ച് വാങ്ങി. മില്ലിൽ നിന്ന് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി എന്നെല്ലാം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഒരു മാസത്തേക്ക് വേണ്ട സാധനങ്ങളിങ്ങനെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് വെക്കുക ചെയ്യല്. പിന്നെ ഡെയിലി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെറിയ ചെറിയ ജാറുകളിൽ സൂക്ഷിച്ച് വെക്കും സാധനങ്ങൾ, എന്നാൽ എനിക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതിങ്ങനെ ഓരോന്ന് എടുത്തു വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ മോൻ എന്നോടിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവൻ പറയാം എനക്കെന്താ വാങ്ങിയെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ വരുമ്പോൾ കുറച്ച് വെജിറ്റബിളും കൂടി വാങ്ങിയിട്ടുണ്ട്. അധികമൊന്നുമില്ല, കുറച്ച് തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത കണ്ടെയ്നറുകളാണ് കേട്ടോ ഇതിലൊക്കെ. ഞാനിങ്ങനെ പച്ചക്കറിയൊക്കെ എടുത്ത് വെക്കുമ്പോൾ ഈ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ എടുത്ത് വെച്ചതിൻ്റെ മുകളിലാണ് കേട്ടോ പച്ചക്കറിയൊക്കെ വെക്കൽ. ഇത് നമ്മൾ തക്കാളിയെല്ലാം ഇങ്ങനെ മുഖം കുത്തി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളധികം നമുക്ക് കിട്ടുന്നതാണ് പറയൽ. എനക്കും നല്ലൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഞാനും അങ്ങനെ തന്നെയാണ് എപ്പം വെക്കൽ, എനക്കും കെട്ടുപോകലൊന്നുമില്ല. പച്ചമുളകെല്ലാം അതിൻ്റെ ഈ മുമ്പാത്ത മൊത്തി കളഞ്ഞിട്ട് വെച്ചാൽ
അധികം നാൾ നിൽക്കുന്നു പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഞാനും ചെയ്യാറ് കേട്ടോ. ഞാനിങ്ങനെ പെട്ടെന്ന് വേഗം എടുത്തു വെക്കുന്നത് എൻ്റെ അനിയൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കൂട്ടാൻ വരാൻ പറഞ്ഞിട്ടുണ്ടേനെ. അപ്പോൾ അവൻ വരുമ്പോഴത്തേക്കാണെങ്കിൽ ഇത് പെട്ടെന്ന് വേഗം എടുത്തു വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് സ്പീഡാക്കുന്നത്. പോയപ്പം കുറച്ച് കുട്ടികൾക്ക് വേണ്ട സ്നാക്സ് എല്ലാം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ വാങ്ങി അവർക്ക് വൈകുന്നേരങ്ങളിൽ ചായക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പോയപ്പോൾ ഒരു ബൾബും കൂടി വാങ്ങി. എൻ്റെ വർക്ക് ഏരിയയിലൊരു ബൾബ് കേടായിട്ടുണ്ട്, അത് കൂടി വാങ്ങി. പിന്നെ ചീര അവിടെ നിന്ന് വരുമ്പോൾ ഒരു വണ്ടിയിൽ കയറി വിൽക്കുന്നത് കണ്ടപ്പോൾ അങ്ങനെ ചീര വാങ്ങി. എൻ്റെ മക്കൾക്കും എനക്കുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചീര. അപ്പം ഇതൊക്കെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം. ഇനി ഇതെല്ലാം എടുത്ത് ഞാനൊന്ന് അടുക്കളയിലെ കബോർഡിലേക്ക് വെച്ച് എല്ലാം റെഡിയാക്കണം. എൻ്റെ അടുക്കള ഒരു കുഞ്ഞി അടുക്കളയാണ് കേട്ടോ. ഈ ഡെയിലി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറച്ച് സാധനങ്ങൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഓയിൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എൻ്റെ ഗ്യാസിൻ്റെ തൊട്ടടുത്ത് എൻ്റെ ഒരു കൈ അകലത്തിൽ ഇങ്ങനെ വെക്കലുണ്ട് കേട്ടോ. എന്നാലേ എനിക്ക് പാചകമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വരുന്ന വഴി ഞാൻ റേഷൻ ഷോപ്പിലും കൂടി കയറിയിരുന്നു. അപ്പോൾ അവിടുന്ന് അരിയൊക്കെ വാങ്ങി അതൊക്കെ ഒരു ബക്കറ്റുകളിലാക്കി അതിൻ്റെ യഥാസ്ഥാനത്ത് എടുത്ത് വെച്ച് ഞാനിനി കുറച്ച് റെസ്റ്റ് എടുക്കാം. അനിയൻ വരുമ്പോഴത്തേക്കും കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വരാം. ഓക്കെ, ബായ്.